നമ്മുടെ നിക്ഷേപം ഏറ്റവും സുരക്ഷിതമാവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങാം. സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ ഷെയർ വാങ്ങുന്നതിലൂടെ നിങ്ങളും ആ കമ്പനിയുടെ ഒരു പാർട്ണറായി മാറുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഓഹരിയിൽ നിക്ഷേപിക്കേണ്ടത്. ആ മേഖലയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിലൂടെ നിങ്ങൾ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപങ്ങളൊക്കെ ഉള്ള ഏറ്റവും വലിയ രീതിയിൽ നടത്തിപ്പോകുന്ന ഒരു കമ്പനിയുടെ ഒരു ഭാഗമായി നിങ്ങളും മാറുകയാണ്. അതിലൂടെ ആ കമ്പനിയുടെ പുരോഗതിക്കനുസരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഓഹരിയിൽ നിങ്ങൾക്കുടെ ഷെയറിൽ ഒരു വർധനയുണ്ടാവുകയും അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ ഓഹരി വിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വിറ്റാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് സാധാരണ ഓഹരിയുടെ ഒരു സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓഹരിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഓഹരിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ്, ഷെയർ വാങ്ങുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് പഠിക്കണം. കമ്പനിയുടെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസുകൾ പഠിക്കണം, ടെക്നിക്കൽ അനാലിസിസുകൾ നടത്തണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് അതൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പലരും പറയാറുണ്ട്. കാരണം നമ്മുടെ ജീവിത തിരക്കിനിടയിൽ നമുക്ക് അതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റാറില്ല. അപ്പോൾ ഓഹരിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നില്ലെങ്കിൽ അതേക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ മേഖലയിലുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള കൺസൾട്ടൻറ്റുകളുടെ സർവീസുകൾ, ഗൈഡ് ലൈൻസുകളൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രം ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്.